ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ മാങ്ങ എങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഉപ്പിലിട്ട മാങ്ങയും അച്ചാറിട്ട മാങ്ങയും ഉണങ്ങിയ മാങ്ങയൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് കുറേ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഫ്രണ്ട് ഭാഗത്ത് ആദ്യം ചെടിയായിരുന്നു നട്ടിരുന്നത്. അതെല്ലാം വലിച്ച് നിന്നിട്ട് മുളക് പല വിധത്തിലുള്ള തൈകൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടമുളക്, നീളമുളക്, മറ്റേ വറ്റൽമുളക്, അങ്ങനത്തെ കൊമ്പമുളകില്ലേ, കൊമ്പമുളക്, കാന്താരി മുളക്, പിന്നെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല എരിവുള്ള നീളം കുറഞ്ഞിട്ടുള്ള മുളകില്ലേ, പിന്നെ വെള്ളമുളക്, അങ്ങനെ ഒരുവിധം മുളകുകളൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തക്കാളി മുളക്, ഉണ്ടമുളക് എന്നൊക്കെയാണ് നമ്മളോട് പറയുക. പിന്നെ നല്ല എരിവാണ്, അതുകൊണ്ട് തന്നെ ഇതിന് കരണം പൊട്ടി എന്ന് പറയുന്നവരുണ്ട്. ഇത് പിഞ്ചിലെ പറിച്ച് തോരൻ വയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് തോരൻ വെച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇത് വെയിലൊക്കെ പോകുന്നതിന് മുന്നേ പറിച്ചിട്ട് ഉണങ്ങി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് അടുത്ത തവണ ഉണ്ടാകുമ്പോഴത്തേക്കും ഉപ്പിലിട്ട് വെക്കണമെന്നുണ്ട്. പക്ഷേ നല്ല എരിവാണ്. എന്നാലും മഴക്കാലത്ത് മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മുളക് പറിച്ചപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കാന്താരിയാണ് കേട്ടോ, കാന്താരി മുളക്. അങ്ങനെ ഒരു 3-4 ഇടം ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി അതിനിടയിൽ ഞാൻ ക്രിസ്മസിന് നമ്മൾ ഈ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഗോതമ്പ്. അപ്പോൾ ആ മണ്ണെടുത്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗോതമ്പ് ചെടി വളർന്നു വന്നിട്ട് അത് നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പൂത്ത് നിൽപ്പുണ്ട് മീൻസ് വിത്തായി നിൽപ്പുണ്ട്. അപ്പോൾ അത് വിളവെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചീനിയാണ്. ഇത് മൊത്തം ഇങ്ങനെ ഈ വെട്ടിപ്പോകുന്ന പോലെ ഇങ്ങനെ വെട്ടിപ്പോയി, ഇല മുഴുവൻ കേടായി പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെയൊന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചെടുത്ത മുളക്. ഇങ്ങനെ ഒരു വിത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത്രയേറെ ചീനി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ പുറകു ഭാഗത്തും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ മുളക് കിട്ടുന്നവരൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ച് ഇതുപോലെ ഉണക്കി വെക്കാനൊക്കെ സൂക്ഷിക്കാനൊക്കെ നോക്കാം കേട്ടോ.